ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ. ഞാൻ ഉമ്മാൻ്റെ വീട്ടിൽ എറണാകുളത്തേക്ക് പോകുന്നതാണെന്ന് പറഞ്ഞതാണല്ലോ. അപ്പോൾ ഉമ്മാൻ്റെ വീടാണിത്. കുഞ്ഞു വീടാണെങ്കിൽ ഇത് സ്വർഗ്ഗം കേട്ടോ. പിന്നെ നമ്മൾ ആയിഷമോൾ രാവിലെ തന്നെ ഇതാ മുറ്റൊക്കെ അടിച്ച് വരികയാണ്. ഉമ്മാൻ്റെ വീട്ടിൽ നിന്നുണ്ടെങ്കിൽ ഈ പ്ലെയിനൊക്കെ താന്ന് പോകുന്നത് തന്നെ കാണാം കേട്ടോ. അതാണ് ഞാൻ വീഡിയോൻ്റെ ഫസ്റ്റിൽ കാണിച്ചത്. ആയിഷമോൾ ഓളെ ഇഷ്ടത്തിനാട്ടോ മുറ്റടിക്കുന്നത്, ആരും പറഞ്ഞിട്ടല്ല. അപ്പം ഉമ്മ പറഞ്ഞു എനിക്ക് സമ്മാനം തരട്ടെ എന്നൊക്കെ പറഞ്ഞു. മക്കളങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് ഇങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പം പിന്നെ മക്കളെ അഭിനന്ദിക്കുമ്പം കുട്ടികൾക്ക് കൂടുതലൊരു ഇൻട്രസ്റ്റ് ആവും കേട്ടോ. പിന്നെ കുട്ടികൾ അടിച്ച് വരുമ്പോൾ ഞാനൊക്കെ ചെറുതാകുമ്പോൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ അഴിഞ്ഞു പോരും. അടിച്ചു വരുന്നിടത്തൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടിയൊക്കെ നല്ല ഇതുണ്ട് കേട്ടോ. ഞാനൊക്കെ അടിച്ചു വാരിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കിടന്നമ്മ ചീത്ത പറയുന്നത്. പക്ഷെ ഇവർക്ക് നല്ല ധാരണ ഉണ്ട്. ആ പോക്കാൻ പറ്റില്ല, അത് അതിലേക്ക് തന്നെ എടുത്ത് വെക്കണം എന്നൊക്കെ. അപ്പോൾ അവരെ നല്ല കാര്യങ്ങളൊക്കെ എടുത്ത് പറയേണ്ടതാണ്. അപ്പോൾ ഉമ്മാൻ്റെ വീട്ടിൽ വന്നാൽ നമുക്ക് വല്ലാത്തൊരു നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. ഞാനും അനിയത്തിയും മക്കളും കേട്ടോ വന്നത്. ആങ്ങളെയും കുട്ടികളും അവർക്ക് അവിടെ വീട് പണി നടക്കുന്നതിനോണ്ട് അവർക്ക് എത്താൻ പറ്റിയില്ല. ഞങ്ങൾ പോയിട്ടായിരിക്കും ഇനി വരുന്നുണ്ടാവുക. അമ്മ രാവിലെ പുട്ടാണ് ഉണ്ടാക്കിയത്. നല്ല എന്താ പറയുക, റവയും മുത്താറിയും സാദാ പൊടി അങ്ങനെ ഗോതമ്പ് പൊടി അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയൊരു പുട്ടാട്ടോ. ഉമ്മ ഞങ്ങൾക്ക് പുട്ടൊക്കെ ഉണ്ടാക്കി തന്നു. ഉമ്മാക്ക് നോമ്പാണേ. ഉമ്മ കടലയും പുട്ടൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കിയതുണ്ട്. ഉമ്മ 3 മാസത്തേക്ക് നോമ്പിലാണ്. പഠിച്ചവന് ഉമ്മൻ്റെ നോമ്പുകളൊക്കെ സ്വീകരിക്കട്ടെ. ഇത് ഉമ്മൻ്റെ ചീരത്തോട്ടം കേട്ടോ. ഒരുപാട് ചീര ഉണ്ട് കേട്ടോ. ഒന്നും ഉണ്ടായതായിരുന്നു. പിന്നെ അയിമൽ പിന്നെ കുറേ ഉണ്ടായി. ഉമ്മ നല്ലോണം നനച്ച് വളമൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം തയ്ച്ച് വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഷോർട്സായിട്ടും ഫോട്ടോ ഒക്കെ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. അത്രയും ചീര ഉണ്ട് കേട്ടോ. ഇനി ഞാൻ പോകുമ്പോൾ ഉമ്മച്ചി പറഞ്ഞ് ഇനി പോകുമ്പോൾ കുറച്ച് പറിക്കുക, അപ്പം എനിക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ്. ഞാൻ പോകുമ്പോൾ ഞാൻ പ്രോഗ്രാമിൻ്റെ അവിടെയൊക്കെ പോവുക. അപ്പോൾ ഈ ചീര കൊണ്ടുപോകുമ്പോൾ കേട് വരുമോ എന്നുള്ളതാണ്. നല്ല ഫ്രഷ് ചീര എന്ത് ടേസ്റ്റാണ് അറിയോ. അങ്ങനെ ഞങ്ങൾ ഉപ്പേരി വെച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതാണ്. പിന്നെ എപ്പോഴും പറിക്കാത്തതിനോണ്ട് ഇതിൻ്റെ പൂവ് വന്നിട്ടുണ്ട്. അതിൽ വിത്തായിട്ടില്ല കേട്ടോ. നല്ല ചീര, നല്ല ടേസ്റ്റുള്ള ചീര. എനിക്ക് പച്ചച്ചീരനോടാട്ടോ ചുവപ്പ് ചീരനെക്കാട്ടും ഇഷ്ടം. അപ്പം എന്താ എൻ്റെ അജുവമോളാണ് വീഡിയോ എടുത്ത് തരുന്നത്. ആയിഷ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും ഷെയ്ക്കാവും കേട്ടോ. അജുവ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ നല്ല ഡീസൻറ്റിലൊക്കെയാണ് എടുക്കുക. ഏതായാലും ഒരുപാട് സന്തോഷത്തിലാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നത് ഉമ്മാൻ്റെ വീടിൻ്റെ ഉൾഭാഗം കാണിച്ചു തരണം കേട്ടോ. അപ്പോൾ നാളെ ഞാൻ ആ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. നാളെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വീടിൻ്റെ ഉൾഭാഗം കുഞ്ഞു വീടാട്ടോ. അത് മതിയല്ലോ ജീവിക്കാൻ. അപ്പോൾ രാത്രി ഇന്ന് കിടന്നുറങ്ങാനൊരിടം വേണം. അത്രയും. എൻ്റെ വീട് പണി എന്നാണ് എന്താ ഒരു റൂമായാൽ മതി എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളേന് എനിക്ക്. പക്ഷേ ആ ഒരു റൂമിന് പകരം ഇപ്പോൾ തറ കെട്ടിയതുകൊണ്ട് ഫുൾ പണി കഴിയണമല്ലോ. അതിൻ്റെ ഒരിത് ചീരപ്പണിയൊക്കെ എനിക്കായിരുന്നു കേട്ടോ. ചീര കഴുകി ഊറ്റി വെച്ച് ചിലപ്പോൾ ചീര കഴുകുമ്പോൾ 2-3 പുഴുണ്ടായിരുന്നു. നല്ല സാധനത്തിൻ്റെ മുകളിൽ അങ്ങനെയാണല്ലോ. നല്ല പച്ചക്കറീൻ്റെ മുകളിൽ പുഴുണ്ടാവും. നമുക്ക് തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. തക്കാളിയൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പ പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനെന്ത് ചെയ്ത് അറിയോ, ഉപ്പ ഡ്രസ്സ് മാറിയായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാനൊരു ഇമോജി എടുത്ത് വെച്ച്. പിന്നെ ഞാനിതാ ചീരയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി. പിന്നെ ചീര ഉപ്പേരി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. വേറെ എന്തൊക്കെയോ ഓരോ ചിന്തകളിലായിട്ട് ഉപ്പേരി വീഡിയോ ഒന്നും എടുത്തില്ല. ഉച്ചക്കത്തെ ഭക്ഷണമൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അടിപൊളി ഫുഡായിരുന്നു. സാമ്പാറും അതുപോലെ ഞാൻ ചീരപ്പേരി ഉണ്ടാക്കി. പിന്നെ മീൻ പൊരിച്ച് നല്ല അച്ചാറും ഒക്കെ കൂടെ കൂട്ടി നല്ലൊരു സമൃദ്ധിയായിട്ടുള്ള ഭക്ഷണമായിരുന്നു. പിന്നെ ഓരോരോ കാര്യങ്ങൾ 3-4 വീഡിയോസൊക്കെ ഇന്നലെ ഇട്ട വീഡിയോ അൽഹംദുലില്ലാഹ് കുറേ കാലത്തിന് ശേഷം 10-200 ആൾക്കാർ കണ്ട്. നമുക്ക് കുറച്ച് 100 ആൾക്കാർ കാണുന്നതിലും
അപ്പുറം 200 ആൾക്കാർ കാണുമ്പോൾ അത് കുറച്ച് വ്യൂസ് ഉള്ള പോലെയാണല്ലോ, നമുക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. നിങ്ങളെ എല്ലാവരും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അതുപോലെ നമ്മൾ വോട്ട് ചെയ്തിട്ടുള്ള കൈമൽ ആവണ ഇതുണ്ട് മഷി ഉണ്ടല്ലോ, അത് വുളു ചേരൂലല്ലോ ശരിക്കൂലേ. മനസ്സിലിങ്ങനെ വിചാരിക്കും വുളു എടുക്കുമ്പോൾ ഈ മഷി നമുക്ക് വുളു ചേരൂലല്ലോ. പിന്നെ ഒക്കെ പഠിച്ചവൻ്റെ ഒരു ഇതാണ്, അത് പോകൂലല്ലോ. എത്ര എഴുതിയാലും നമ്മളെ ഈ നഖത്തിൻ്റെ മുകളിലുള്ള അത് പോകില്ല. പിന്നെ പഠിച്ചവന് നമുക്ക് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണല്ലോ ആ മഷി പരട്ടൽ. അപ്പം അതിന് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഇതാ ഇത്ര തോന ഉണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ ചോദിക്കുന്നുണ്ട് ഇത്ര തോന കരിഞ്ഞിട്ട് ഇത് ആര് തിന്നാനാണ്. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ എന്ന് ചിന്തിക്കില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ചായ കുടിച്ച് പുട്ടും മാന്തൽ കറിയും കടലയും ഇട്ടു. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഒരു ഭാഗത്തെ പല്ലിൻ്റെ സൈഡിലുള്ള ഊന് നല്ല വീർത്തുണ്ട്. അതുപോലെ ചെവിയൊക്കെ നല്ലോണം വേദന ഉണ്ട്. എന്താണെന്ന് അറിയില്ല വായക്ക് സംഭവിച്ചത്. അപ്പോൾ തിന്നാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒരു സൈഡിൽ മാത്രമാണ് കഴിക്കാൻ പറ്റുന്നുള്ളൂ, ഒരു സൈഡ് കഴിക്കാൻ പറ്റണില്ല. ഇവിടെ റോഡ് സൈഡിൽ കൂടെ ഇങ്ങനെ വണ്ടി പോകും കേട്ടോ. എന്നാലും ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ വോയിസ് കൊടുക്കാൻ പിന്നെ സമയമുണ്ട്. അത് സാമ്പാറിനേക്കുള്ള കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെയാണ്. സാമ്പാറൊക്കെ വെച്ച് കഴിഞ്ഞ് മുറ്റത്താ ചോറ് വെച്ച്, ഞങ്ങളെല്ലാവരും ഉണ്ടായതുകൊണ്ട് വലിയൊരു ചെമ്പിൽ ചോറ് മുറ്റത്ത് വെച്ച്. ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം. അതാണ് ഞാൻ പറഞ്ഞത് സാമ്പാറും ചോറും ഉപ്പേരിയും എല്ലാം കൂടി ആയിരുന്നു എന്ന് പറഞ്ഞത്. എല്ലാവരും സ്വന്തം ഉമ്മാൻ്റെ വീട്ടിലേക്ക് കൂടാൻ പോയിട്ടുണ്ടാവില്ലേ ക്രിസ്മസ് വെക്കേഷൻ. ഞങ്ങൾക്ക് മദ്രസും സ്കൂളൊക്കെ ലീവാട്ടോ. പക്ഷെ എനിക്ക് 4 ദിവസം നിൽക്കാൻ പറ്റുള്ളൂ. 28-ാം തീയതി പ്രോഗ്രാം ഉള്ളതല്ലേ WCCൻ്റെ. അപ്പോൾ അതിന് പോകണം. അപ്പോൾ 4 ദിവസം നിന്നിട്ട് ഉമ്മാൻ്റെ അടുത്തു നിന്ന് അങ്ങോട്ട് പോകണം. ഇന്ന് ഉപ്പ പറയുന്നുണ്ടായിരുന്നു മേലാറ്റൂർ അവിടെ നല്ല ഇതുണ്ട്, നമുക്ക് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന്. പിന്നെ ഉമ്മാൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ പോയി വരുമ്പോൾ കുറച്ച് സിപ്പപ്പ് കൊണ്ടുവന്നു കേട്ടോ. നാത്തൂൻ്റെ സുഖമില്ല, നാത്തൂന് എന്തോ ശ്വാസം മുട്ടലാണ് പറഞ്ഞിട്ട് അവിടെ കാണാൻ പോയി. ഉമ്മ വന്ന് അപ്പോൾ എനിക്കും സിപ്പപ്പ് കൊണ്ടുവന്നു. ഇനി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ മറ്റേ മക്കൾക്കൊരു ഇത് തരണ്ടെന്ന് പറഞ്ഞിട്ടൊരു സംഘടന വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോമിൻ്റെ അത് അയച്ചു കൊടുക്കലും അതിൻ്റെയൊക്കെ ഒരു തിരക്കിലായിരുന്നു. ഞങ്ങൾ പോയി വന്നോളി. അപ്പോൾ അനിയത്തി ഉമ്മയൊക്കെ പോയി വന്ന് ആ സമയത്ത് ഞാൻ വീടിൻ്റെ ഉൾഭാഗത്തെ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിരുന്നു. നാളെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് നമ്മളെ വിശേഷങ്ങൾ കേട്ടോ. നിങ്ങൾ കണ്ടോ ഇത് റോക്കറ്റ് പോകുന്നത്? റോക്കറ്റ് പോകുമ്പോൾ ഇങ്ങനെ ഒരു വെള്ള വര ഇങ്ങനെ വരൂലേ. ഇത് കാണുന്നുണ്ടോയെന്നാവോ എനിക്കറിയില്ല. പക്ഷേ റോക്കറ്റ് പോകുമ്പോൾ നല്ലൊരു ഭംഗിയാണല്ലേ കാണാൻ ആകാശത്തേക്ക് നോക്കുമ്പോൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഉമ്മാൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ. ഭക്ഷണമൊക്കെ അൽഹംദുലില്ലാ റാഹത്തായിട്ട് കഴിക്കാൻ പറ്റും ഉമ്മൻ്റെ അടുത്ത് വന്നാൽ. അപ്പോൾ എല്ലാവരോടും അടുത്ത വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.